പൂക്കളം ഒരുക്കിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ഓണാഘോഷം. പൂക്കളം മത്സരം, വടംവലി ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളോടെയാണ് മാധ്യമപ്രവർത്തകർ മാസ് ഓണം 2024 ആഘോഷിച്ചത്. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി. പൂക്കളം ഒരുക്കിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ഓണാഘോഷം. പൂക്കളം മത്സരം, വടംവലി ഉൾപ്പെടെ വിവിധ പരിപാടികളോടെയാണ് മാധ്യമപ്രവർത്തകർ മാസ് ഓണം 2024 എന്ന പേരിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. IMA ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ കലാകാരന്മാർ ഈ മേഖലയിലും പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. വളരെ ഭംഗിയായിട്ട് ഓണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ അതാണ്. അത്തം തൊട്ട് 10 ദിവസമാണ്, അതാണല്ലോ ഓണം. 10ാം ദിവസമാണല്ലോ ഓണം. അതുവരെ പൂക്കളമൊക്കെ ഇട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതി, മറ്റ് ഒട്ടേറെ നമുക്ക് ആഘോഷങ്ങളുണ്ട്. അതിലൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഓണം. ഇവിടെ മാത്രമല്ല, ലോകത്തിലുള്ള മലയാളികൾ മുഴുവൻ ആഘോഷിക്കുന്നത്. നമുക്കൊരു വലിയ ഒരു ദേശീയ ദുരന്തം തന്നെ നമുക്ക് കേരളത്തിന് ഇപ്പോൾ അനുഭവപ്പെട്ടു. വയനാട്ടിലെ ദുരന്തം മൂലം ഏകദേശം 500-ലധികം ആളുകൾ മരണപ്പെടാനിടയായിട്ടുള്ളത് നമ്മളെയൊക്കെ വേദനിപ്പിച്ചിട്ടുള്ളൊരു സംഭവം. അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ ഈ കുറി ഓണാഘോഷ പരിപാടികൾ വളരെ വളരെ വിപുലമായിട്ട് നമുക്ക് എല്ലാ വർഷവും കൊണ്ടാടുന്നതാണ്. പക്ഷേ ഈ വർഷം പൊതുപരിപാടികളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് തീരെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ലല്ലോ, കാരണം ഓണം ഒറ്റ ദിവസമേ ഉള്ളൂ. ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് എസ് സുധീഷ്, VSA അസോസിയേറ്റ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ V വിജയകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായി. സാമൂഹ്യ പ്രവർത്തകൻ സമത് നരിപ്പറ്റ, INPRD മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KT ശേഖർ, KUWG സംസ്ഥാന സെക്രട്ടറി അഞ്ജന ശശി, കമാൽ വരദൂർ, M ഫിറോസ് ഖാൻ, PS ഡാഗേഷ് എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി PK സജിത് സ്വാഗതവും വൈസ് പ്രസിഡന്റ് A ബിജുനാഥ് നന്ദിയും പറഞ്ഞു. പൂക്കള മത്സരത്തിൽ മാതൃഭൂമി 1ാം സ്ഥാനവും കേരള കൗമുദി 2ാം സ്ഥാനവും ദേശാഭിമാനി 3ാം സ്ഥാനവും നേടി. വടംവലി മത്സരത്തിൽ കാലിക്കറ്റ് ഹീറോസ് 1ാം സ്ഥാനവും കാലിക്കറ്റ് കൊമ്പൻസ് 2ാം സ്ഥാനവും നേടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തളി ക്ഷേത്രം സുവനീർ പുറത്തിറക്കുന്നു. വാഗർഥ എന്ന സുവനീർ